കർമ്മങ്ങൾ തകരുവാൻ എളുപ്പമാണെന്ന് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു മാസക്കാലത്തെ അധ്വാനം എത്രയെല്ലാം പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നോമ്പെടുത്തതും നമസ്കരിച്ചതും മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചതുമൊക്കെ. കണ്ണുകൾ ഒരുപാട് ഖുർആനിലേക്ക് നോക്കിയ കണ്ണുകളാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട കാതുകളാണ്. ദിക്റുകൾ ചൊല്ലിയ നാവുകളാണ്. ആയത്തുകൾ പാരായണം ചെയ്ത നാവുകളാണ്. ഇനി ഇതേ കണ്ണുകൊണ്ട് തന്നെ മാലിന്യങ്ങളിലേക്ക് നോക്കരുത് പ്രിയമുള്ളവരെ. ഇതേ കാതുകൊണ്ട് ഇനി മാലിന്യങ്ങൾ കേൾക്കരുത് പ്രിയമുള്ളവരെ. ഇതേ നാവുകൊണ്ട് ഇനി അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് പറയരുത്. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വേദികളിൽ പോകരുത്. ഏത് വൈബുകളുടെ പേരിൽ, ഏത് കാഴ്ചകളുടെ പേരിൽ, എവിടേക്ക് ആരൊക്കെ ക്ഷണിച്ചാലും വിളിച്ചാലും വിശ്വാസികളെ, നമുക്ക് പരലോക വൈബാണ് പ്രധാനം. അവിടെയുള്ള സ്വർഗ്ഗത്തിലെ വൈബുകളാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് കോട്ടം തട്ടുന്ന വിധത്തിലുള്ള ഒരു വേദികളിലേക്കും ഒരു ഇടങ്ങളിലേക്കും വിശ്വാസികളെ നമ്മൾ ഒരിക്കലും പോകരുത്. പോയാൽ ഒരു മാസത്തെ അധ്വാനം തകരാൻ നിമിഷങ്ങളെ വേണ്ടൂ. എത്ര വലിയ മാൻ പവറും അതുപോലെ തന്നെ സമ്പത്തും ചെലവഴിച്ചുണ്ടാക്കിയ 100 നിലകളുള്ള ബിൽഡിങ്ങുകളാണെങ്കിൽ പോലും ഒരൊറ്റ നിമിഷം കൊണ്ട് ആ ബിൽഡിങ്ങുകൾ തകരുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിർമ്മിക്കുവാനാണ് പ്രയാസം, തകർക്കുവാൻ എളുപ്പമാണ്. അതുകൊണ്ട് തഖ്വക്ക് വേണ്ടിയുള്ള അധ്വാനങ്ങൾ ഒരുപാട് അധ്വാനിച്ചവരാണ് നമ്മളെങ്കിൽ, അതിൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് നമ്മളെങ്കിൽ, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ ഹറാമായ ഒരു പ്രവർത്തനം കൊണ്ടും ആ തഖ്വയെ നമ്മൾ, ആ സൗധത്തെ, ആ മണിമാളികയെ നമ്മൾ ഒരിക്കലും തകർക്കരുത് പ്രിയമുള്ളവരെ. ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. റഹ്മാനായ റബ്ബ് നമ്മളോടത് പ്രത്യേകം പറഞ്ഞതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കണേ. വഅത്തിയുർ റസൂല, റസൂലിനെയും അനുസരിച്ച് ജീവിക്കണം. അള്ളാഹിനെ അനുസരിക്കണം. അഥവാ ഖുർആൻ പഠിച്ച് ഖുർആനിന്റെ അനുയായികളായി നിങ്ങൾ ജീവിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ധാരയിലൂടെ, പാതയിലൂടെ മാത്രം നിങ്ങൾ മുന്നോട്ട് പോകണം. അടുത്ത വാചകം ശ്രദ്ധിക്കുക. വലാ തുബ്തിലൂ അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ നിങ്ങൾ പൊളിച്ചു കളയരുതേ. നിങ്ങളുടെ അമലുകൾ നിങ്ങൾ ബാത്തിലാക്കരുതേ. സൽക്കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിന് നിമിത്തമാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഗൗരവത്തോടെ ഇസ്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ അമലുകളൊക്കെ തകർന്ന് തരിപ്പണമാകും. പിന്നെ നമ്മൾ ചെയ്ത അമലുകൾക്ക് പ്രതിഫലമുണ്ടാവുകയില്ല. അതുകൊണ്ട് റബ്ബിന്റെ ഈ കൃത്യമായ നിർദ്ദേശത്തെയും നമ്മൾ പാലിക്കേണ്ടതുണ്ട്.